ഇനി ഇതാ നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നത് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളുടെ അഴിച്ചുപണി. അത് സ്റ്റേഷനുകളുടെ ചുമതലയുമായി ബന്ധപ്പെട്ട് പഴയ നിലയിലേക്ക് തിരികെ എത്തിക്കുക എന്നതാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഒരു തീരുമാനം. അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ആ തീരുമാനം നടപ്പിലാക്കാൻ പോവുകയാണ്. അടുത്ത മാസത്തോടു കൂടിയാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. പക്ഷേ ആ അഴിച്ചുപണിയിൽ ഇപ്പോൾ വ്യാപകമായ എതിർപ്പ് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ സ്റ്റേഷനുകളുടെ ചുമതല SIമാർക്ക് നൽകുന്നതിൽ അശാസ്ത്രീയതയുണ്ട്. അത് ശാസ്ത്രീയമായി കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമല്ല ഇത്തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത് എന്നതാണ് നിലനിൽക്കുന്ന ആരോപണം. അതിൽ തന്നെ ഈ തലസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളുടെ തെരഞ്ഞെടുപ്പ്, ഏതൊക്കെ സ്റ്റേഷനുകളാണ് SIയുടെ കീഴിൽ വരേണ്ടത് അല്ലെങ്കിൽ CIയുടെ കീഴിൽ വരേണ്ടത്, ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് പോലീസ് സേനയ്ക്കകത്ത് നിന്ന് തന്നെ കടുത്ത വിമർശനം ഉയരുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സേനയ്ക്കുള്ളിൽ നിന്ന് പ്രത്യേകിച്ച് ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകാൻ കാരണം ഈ VVIP സന്ദർശനം ഉൾപ്പെടെ പതിവായി നടക്കുന്ന മേഖലകൾ അത് തലസ്ഥാന നഗരിയിൽ ആണ് ഉൾപ്പെടുന്നത് എന്നത് നമുക്കറിയാം. കാരണം ഭരണസിരാ കേന്ദ്രം ആണ് തിരുവനന്തപുരം എന്നത്. അതുകൊണ്ട് തന്നെ അവിടെ VVIP മൂവ്മെന്റുകൾ ഏറ്റവും കൂടുതലുണ്ട്. അത്തരം സ്റ്റേഷനുകളിൽ അടക്കം ചുമതല നൽകുന്നത് ശാസ്ത്രീയമായല്ല എന്ന വിമർശനം നിലനിൽക്കുന്നു. രാജ്യാന്തര വിമാനത്താവളവും ഒപ്പം ഡൊമസ്റ്റിക് ടെർമിനലും ഉൾപ്പെടുന്ന വലിയതുറ സ്റ്റേഷന്റെ ചുമതല SIക്കാണ് നൽകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ ആണ് ഇപ്പോൾ പ്രധാനമായും തലസ്ഥാനത്ത് നിന്ന് ഉയരുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഡാൻ കുര്യൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. 2018 ആരംഭിച്ച പുതിയ പരിഷ്കാരം അവസാനിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ 414 പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല SIമാർക്ക് തന്നെ കൈമാറുന്ന പുതിയ നടപടി ഓഗസ്റ്റ് 15 നിലവിൽ വരികയാണ്. പക്ഷേ സംസ്ഥാനത്തെ 14 ജില്ലകളിലെ 64 നഗര കേന്ദ്രീകൃതവും അതോടൊപ്പം കുറ്റകൃത്യങ്ങൾ കൂടിയതുമായ പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല CIമാർ തന്നെ തുടരും എന്നതാണ് നിലവിലെ സാഹചര്യം. അങ്ങനെ വരുമ്പോൾ നിലവിൽ CIയുടെ ചുമതലയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് എനിക്ക് പിന്നിൽ കാണുന്ന വലിയതുറ പോലീസ് സ്റ്റേഷൻ. ഈ സ്റ്റേഷന്റെ പ്രത്യേകത ഡൊമസ്റ്റിക് എയർപോർട്ട്, ഇന്റർനാഷണൽ എയർപോർട്ട് ഉൾപ്പെടെയുള്ള 2 പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ, അതോടൊപ്പം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള VVIPകൾ സാധാരണയായി കേരളത്തിൽ വന്നു പോകുമ്പോൾ തലസ്ഥാനത്ത് വിമാനമിറങ്ങുമ്പോൾ ആ വിമാനമിറങ്ങുന്ന സ്ഥലത്തിന്റെ സ്റ്റേഷൻ പരിധിയുടെ ചുമതലയുള്ളത് ഈ വലിയതുറ പോലീസ് സ്റ്റേഷൻ CIക്കായിരിക്കും. അങ്ങനെയുള്ള ഈ സ്റ്റേഷൻ നിലവിലെ പരിഷ്കാരം അനുസരിച്ച് CIയുടെ ചുമതലയിൽ നിന്ന് മാറി SI സ്റ്റേഷൻ ഹൌസ് ഓഫീസറായി വരാൻ പോകുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഏറ്റവും കൗതുകമുണർത്തുന്ന കാര്യം എന്ന് പറയുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടുന്ന തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലും മെഡിക്കൽ കോളേജ് ഉൾപ്പെടുന്ന മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിസരത്തും ടെക്നോ പാർക്ക് ഉൾപ്പെടുന്ന ടെക്നോ പാർക്ക് സൈബർ സിറ്റി പരിസരത്തും ഒക്കെ CIമാർ തന്നെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി പ്രവർത്തിക്കുക. പക്ഷേ ഇത്രയും തന്ത്രപ്രധാനമായ 2 വിമാനത്താവളങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയതുറയിൽ നിലവിൽ CI ആയിരുന്നു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ. ആ ചുമതല അദ്ദേഹത്തിൽ നിന്ന് മാറ്റി SIക്ക് കൈമാറാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ പുതിയ പരിഷ്കാരങ്ങൾ എത്തി നിൽക്കുന്നത്. നിലവിൽ പൂന്തുറ CIയുടെ കീഴിലായിരിക്കും ഈ വലിയതുറ സ്റ്റേഷൻ വരിക. പൂന്തുറ എന്ന് പറയുന്നത് എത്രമാത്രം സെൻസിറ്റീവായ ഒരു സ്ഥലമാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു സ്ഥലത്തെ CIക്ക് പ്രധാനപ്പെട്ട 3 സ്റ്റേഷനുകളുടെ ചുമതല കൈമാറുമ്പോൾ അതിലൊന്നായി മാത്രം വലിയതുറ ചുരുങ്ങുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് വലിയ പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നു. അതിനുശേഷമാണ് സംസ്ഥാന പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഓഗസ്റ്റ് 15 മുതൽ ഈ പുതിയ പരിഷ്കാരം നടപ്പിൽ വരാൻ പോകുന്നത്. അങ്ങനെ ഈ പുതിയ പരിഷ്കാരം നടപ്പിൽ വരാൻ പോകുമ്പോൾ വളരെ വിചിത്രമായൊരു നടപടി ഈ 2 വിമാനത്താവളങ്ങൾ ഉൾക്കൊള്ളുന്ന പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്നു എന്നതാണ് വസ്തുത. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ഗവർണറും അടക്കം എപ്പോൾ വിമാനത്താവളത്തിലൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ യാത്ര ചെയ്താലും അതിന് കൃത്യമായി സാന്നിധ്യം ഉണ്ടാകേണ്ടത് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വലിയതുറ സ്റ്റേഷന്റെ ചുമതലയുള്ള CIക്കാണ്. അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനെയാണ് SHO ആയി പുതിയ SI വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. കാരണം അശാസ്ത്രീയമായിട്ടാണ് ഈ പരിഷ്കാരം നടപ്പിലാക്കുന്നത് എന്ന വിമർശനം ഒരു വശത്തെ സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. അതിനിടയിലാണ് വരുന്ന ഓഗസ്റ്റ് 15 മുതൽ പഴയ കാലത്തിലേക്ക് 2018 മുമ്പുള്ള ശൈലി എങ്ങനെയായിരുന്നു സമാനമായ ശൈലിയിലേക്ക് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ നിലവിൽ SHOമാർ CIമാരാകുന്ന 64 സ്റ്റേഷൻ പട്ടികയിലേക്ക്
ഈ വലിയുതറ പോലീസ് സ്റ്റേഷനെ കൂടി ഉൾപ്പെടുത്തണം. കാരണം ഇതിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അത് ഉൾക്കൊള്ളുന്ന മേഖലയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് SHOമാരുടെ പട്ടികയിലേക്ക് വലിയുതറ സ്റ്റേഷനെ കൂടി ഉയർത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നത്. യെസ്, ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഡാൻ കുര്യൻ തന്നെ ചേരുന്നുണ്ട്. ഡാൻ, ഇപ്പോൾ നൽകിയ റിപ്പോർട്ട് വലിയതുറ പോലീസ് സ്റ്റേഷന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. ഒരുപക്ഷെ വ്യാപകമായി തന്നെ തലസ്ഥാന നഗരിയിൽ മാത്രമല്ല വിയോജിപ്പ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സംസ്ഥാനത്തിന്റെ പല കോണുകളിൽ നിന്നും ഇത്തരം എതിർപ്പുകളുണ്ട്. പക്ഷേ തലസ്ഥാന നഗരി എന്നത് കുറച്ചുകൂടി പ്രാധാന്യമുള്ള ഒന്നാണല്ലോ. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ നേതാക്കൾ, മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാർ, VVIPകൾ, ഗവർണർമാർ, അങ്ങനെയൊക്കെയുള്ള പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഈ ക്രമസമാധാന ചുമതലയെ പോലെ തന്നെ മറ്റു ഉത്തരവാദിത്തങ്ങൾ കൂടിയുള്ള ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം. അവിടെ നിന്നാണ് ഇപ്പോൾ വ്യാപകമായ എതിർപ്പ് ഉയരുന്നത് എന്നുള്ളതാണ്. എന്താണ് ഈ സേനയ്ക്കകത്ത് സേനയിൽ നിന്ന് ഉയരുന്ന വിയോജിപ്പുകൾ? അവർക്കങ്ങനെ പുറത്തു പറയാനൊന്നും പറ്റില്ല. കാരണം സർവീസ് ചട്ടങ്ങൾ അനുസരിച്ച് അത്തരത്തിൽ പ്രതികരിക്കുക എന്നതൊക്കെ ഒരു പക്ഷേ പിന്നീട് നടപടി ഉണ്ടായേക്കാവുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് സേനയ്ക്കകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള അതിർത്തിയാണല്ലോ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം. ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഒരു പ്രത്യേക സമിതിക്ക് രൂപം നൽകി ആ സമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി സ്റ്റേഷനുകളുടെ ചുമതല SHOമാരായി SIമാരെ തന്നെ നിയമിക്കുന്ന പഴയ പരിഷ്കാരം അല്ലെങ്കിൽ പഴയ രീതി വീണ്ടും തുടരണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രിക്ക് കൈമാറുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതനുസരിച്ചാണ് വരുന്ന ഓഗസ്റ്റ് മാസം 15-ാം തീയതി മുതൽ സംസ്ഥാനത്തെ 414 പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല SIമാർ ഏറ്റെടുക്കാൻ പോകുന്നത്. അതിനിടയിലാണ് 64 പോലീസ് സ്റ്റേഷനുകളെ ഈ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായത്. ആ 64 സ്റ്റേഷനുകളെ മാറ്റി നിർത്താനുള്ള പശ്ചാത്തലം അതിന്റെ നഗര സ്വഭാവം, നഗര കേന്ദ്രീകൃത സ്വഭാവവും കുറ്റകൃത്യങ്ങളുടെ അടിക്കടി ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു പശ്ചാത്തലവുമാണ്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ആ 64 പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ നിലവിൽ എങ്ങനെയാണോ CIമാർ SHOമാരായിരിക്കുന്നത് ആ സ്ഥിതി തന്നെ തുടരാനാണ് തീരുമാനം. അങ്ങനെയുള്ള പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനാണ് വലിയതുറ പോലീസ് സ്റ്റേഷൻ. ആ വലിയതുറയിലാണ് പക്ഷേ ഈ മാറ്റത്തിലൂടെ SHOയ്ക്ക് CIയുടെ ചുമതല ഉണ്ടായിരുന്ന SHO അല്ലെങ്കിൽ ആ ചുമതലയിൽ നിന്ന് മാറി അത് പകരം SIയെ അവിടെ സ്റ്റേഷൻ ഹൌസ് ഓഫീസറായി നിയമിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിലൊരു അപാകതയുണ്ട്, അതിലൊരു അശാസ്ത്രീയതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അമർഷമുണ്ടായിരിക്കുന്നത്. ആ അതിർത്തി അവർ സംസ്ഥാന പോലീസ് മേധാവിയെ അറിയിച്ചിട്ടുണ്ട്. പോലീസ് മേധാവി പക്ഷേ ഈ കാര്യത്തിൽ ഇനി ഏത് തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തും എന്നത് കണ്ടു തന്നെ അറിയണം. കാരണം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിൽ നിന്നാണ് ഈ വിഷയത്തിൽ ഇനി ഒരു നടപടി ഉണ്ടാകേണ്ടത്. ആ നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാകേണ്ടതും അനിവാര്യമാണ്. കാരണം ഈ 15-ാം തീയതി മുതൽ പുതിയ പരിഷ്കാരം ആരംഭിക്കുന്ന സാഹചര്യമാണുള്ളത്. നമുക്കറിയാം നിലവിലെ കണക്കുകൾ പ്രകാരം ഒരു CIയുടെ കീഴിൽ 3 മുതൽ 4 പോലീസ് സ്റ്റേഷനുകൾ വരെയാകും ഉണ്ടാകുക. അതിന്റെ സൂപ്പർവൈസറി ചുമതല, മേൽനോട്ട ചുമതലയായിരിക്കും CIമാർക്ക് ഉണ്ടാകുക. ശേഷിക്കുന്ന സ്റ്റേഷന്റെ ചുമതല മുഴുവൻ SHOമാരായി SIമാർ എത്തുന്നതോടെ SIമാരിലേക്ക് തന്നെ നിക്ഷിപ്തമാകുന്ന ഒരു സാഹചര്യമാണ് വരിക. പക്ഷേ ഈ വലിയതുറയുടെ പ്രത്യേകത ഞാൻ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച പോലെ 2 പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ, VVIPകളുടെ തുടർച്ചയായ സന്ദർശനം. അപ്പോൾ സ്വാഭാവികമായി ഡൊമസ്റ്റിക് എയർപോർട്ടിനടുത്ത്, ഇന്റർനാഷണൽ എയർപോർട്ടിനടുത്ത് എപ്പോഴും ആ സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ സാന്നിധ്യം അനിവാര്യമായി മാറും. അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ ആ SHOയുടെ ചുമതല പൂന്തുറ CIക്കാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെയെങ്കിൽ ആ എയർപോർട്ട് പരിസരത്ത് തുടർച്ചയായി ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയിരിക്കെ പൂന്തറ സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന, പൂന്തറ SHOയുടെ പരിധിയിൽ വരുന്ന മറ്റ് സ്റ്റേഷനുകളുടെ പ്രവർത്തനങ്ങൾ നോക്കി നടത്തുന്നതിൽ അത് പ്രതിസന്ധി സൃഷ്ടിക്കും. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ എയർപോർട്ടുകൾ ഉൾക്കൊള്ളുന്ന വലിയതുറ പോലീസ് സ്റ്റേഷൻ CI തന്നെ SHOയായി തുടരാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന ആവശ്യം സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത്. അതാണ് നമ്മൾ കൃത്യമായി ആഭ്യന്തര വകുപ്പിന് മുമ്പിലേക്കും എത്തിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം ലഭിച്ചിരിക്കുന്ന കൃത്യമായ വിവരങ്ങൾ, നിർദ്ദേശങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി കൈമാറിയിരിക്കുന്ന റിപ്പോർട്ടിന് പിന്നാലെ ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ പോയിട്ടുണ്ട്, അഭിപ്രായങ്ങൾ പോയിട്ടുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കുമോ ഇനി ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുകയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതല്ല എങ്കിൽ 15-ാം തീയതി മുതൽ വലിയതുറ സ്റ്റേഷന്റെ ചുമതല SIക്ക് ആയിരിക്കുമെന്നതാണ് നിലവിലെ സാഹചര്യം.
യെസ്, ഈ നിലയിലുള്ള എതിർപ്പുകളും വിയോജിപ്പുകളും പോലീസ് സേനയ്ക്കകത്ത് നിന്ന് തന്നെ ഉയരുന്നു എന്നാണ്. പക്ഷേ ഡാൻ, എന്തായാലും ഒരു കാര്യം കൂടി, ഈ ഓഗസ്റ്റ് 15-നാണല്ലോ ഇത് സംബന്ധിച്ച് തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നത്. ഈ വിയോജിപ്പുകളെ കേന്ദ്ര സർക്കാർ, കേരള സർക്കാർ, ഒപ്പം ആഭ്യന്തര വകുപ്പ് അത് ഗൗരവത്തോടെ കാണാൻ സാധ്യതയുണ്ടോ? അതിനപ്പുറത്ത് ഈ തീരുമാനത്തിൽ നിന്ന് ഇനി പിന്നോട്ടില്ല, അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലൊരു ലിബറലായ സമീപനമാണ് ആഭ്യന്തരമന്ത്രി സ്വീകരിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അദ്ദേഹം കൃത്യമായി സേനയിൽ നിന്ന് തന്നെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതിക്ക് രൂപം നൽകി. ആ സമിതി ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പഠനം നടത്തി. ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി. ആ റിപ്പോർട്ടാണ് ആഭ്യന്തര വകുപ്പിന് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ പോരായ്മകളോ അപാകതകളോ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നായിരിക്കും. ഇനി അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകാൻ സാധ്യത. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ റിപ്പോർട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടാം. ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം ഇനി എന്ത് നടപടിയാണ് ഉണ്ടാകാനിരിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. യെസ്, എന്തായാലും പോലീസ് സേനയ്ക്കകത്ത് ഇപ്പോൾ വലിയ അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് ഈ പഴയ രീതിയിലേക്ക് പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം മാറ്റുന്നു. അങ്ങനെ SIമാർക്ക് കൂടുതൽ ചുമതല പോലീസ് സ്റ്റേഷനുകളുടെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. അവിടെയാണ് തലസ്ഥാന നഗരിയിലെ പോലീസ് സ്റ്റേഷനുകളെ ഈ തരത്തിൽ തെരഞ്ഞെടുത്തത് ശാസ്ത്രീയമല്ല. പ്രത്യേകിച്ച് VVIP മൂവ്മെന്റുകൾക്ക് അടക്കം ചുമതലയുള്ള പോലീസ് സ്റ്റേഷനുകളുടെ ഉത്തരവാദിത്തം അത് CIമാർക്ക് തന്നെ നൽകേണ്ട ഒരു പശ്ചാത്തലമുണ്ട് എന്നതാണ് പല കോണുകളിൽ നിന്ന്, പ്രത്യേകിച്ച് സേനയ്ക്കകത്ത് നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഒരു നിലപാടും വിമർശനവും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.